ഹലോ ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് മാസ്റ്റർ കെ അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഫിഷ് ഒരു പെരിഷബിൾ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം, കാരണം അത് പെട്ടെന്ന് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് ഫ്രീസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ എന്തൊക്കെ ഫ്രീസേഴ്സ് ആണ് നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫിഷിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് വിച്ച് ഇസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ഫോർ പ്രിസർവിങ് യുവർ ഫിഷ്. കാരണം ഫിഷ് ഒരു പെരിഷബിൾ ഐറ്റം ആയതുകൊണ്ട് അതിനെ മാക്സിമം നമ്മൾ പ്രിസർവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പ് ഫ്രീസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നത്, എന്തെന്തോളം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഈ ഫ്രീസേഴ്സ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മളിവിടെ നിന്ന് നോക്കുക. ഓക്കെ, സോ അബൌട്ട് ഫ്രീസേഴ്സ്. അപ്പോൾ ഫ്രീസേഴ്സ് പറയുന്നതിന് മുന്നേ എന്താണ് ഫ്രീസിങ് എന്ന് പറയണം, റൈറ്റ്? സോ ഫ്രീസിങ് ഇസ് എ മെത്തേഡ് ഓഫ് ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ ആണ് നിങ്ങൾക്ക് ഫ്രീസിങ് എന്ന് പറയുന്നത് ഓഫ് എ ഫിഷ് ദാറ്റ് കൻ എൻഷ്യൂർ വെരി ലോങ് ഷെൽഫ് ലൈഫ് ആൻഡ് കൻ പ്രൊവൈഡ് എ പ്രോസസ് പ്രോഡക്റ്റ് വെരി മച്ച് സിമിലർ ടു ഫ്രഷ് ഫിഷ്. ഓക്കെ, അപ്പോൾ ഫ്രീസിങ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫിഷിനെ മാക്സിമം ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങളുടെ പെരിഷബിൾ ആയിട്ടുള്ള ഫിഷിനെ മാക്സിമം ഷെൽഫ് ലൈഫ് കൊടുത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ടെമ്പറേച്ചർ ടെക്നിക്കാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രീസിങ് usually begins at a temperature of -1 to -2 degrees Celsius. അതായത് നിങ്ങൾ -1 to -2 degrees Celsius സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീസിങ് എന്ന പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഫ്രീസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ വാട്ടർ ക്രിസ്റ്റലൈസ് ആവുകയും നിങ്ങൾക്ക് അത്രത്തോളം ഐസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഫ്രീസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്രീസിങ് യൂഷ്വലി ബിഗിൻസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് -1 to -2 degree Celsius. ഇനി ഫ്രീസിങ് റേറ്റ് എത്രത്തോളം നിങ്ങൾ ഫ്രീസ് ചെയ്യണം, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് യുവർ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിഷ് ആൻഡ് ദ കൂളിംഗ് മീഡിയം. നിങ്ങൾ ഫിഷിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസും അതുപോലെ തന്നെ നിങ്ങൾ കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം തമ്മിലുള്ള വ്യത്യാസം, അതിന് ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യും നിങ്ങളുടെ ഫ്രീസിങ് റേറ്റ്. രണ്ടാമത്തത് സൈസ്, നിങ്ങളുടെ ഫിഷിൻ്റെ സൈസ് ഡിപ്പെൻഡ് അപ്പോൺ ചെയ്തിരിക്കും നിങ്ങളുടെ ഫ്രീസിങ് റേറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ്, ദെൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫിഷ് ആൻഡ് ദ പാക്കേജിങ് മെറ്റീരിയൽസ് യൂസ്. നിങ്ങൾ എന്ത് പാക്കേജിങ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് പാക്കേജിങ് മെറ്റീരിയൽ ഏതൊക്കെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യും നിങ്ങളുടെ ഫ്രീസിങ് റേറ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ ഫ്രീസ് ചെയ്യണം, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിഷ് ആൻഡ് ആസ് വെൽ ആസ് ദ കൂളിംഗ് മീഡിയം. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ്, ദ ഷേപ്പ്, പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫിഷസ് ആൻഡ് ആസ് വെൽ ആസ് ദ പാക്കേജിങ് മെറ്റീരിയൽസ്. അതായത് ഫാറ്റി ഫിഷ് ആണോ, അതായത് ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫിഷ് ആണോ, അല്ലെങ്കിൽ അതൊരു ലീൻ ഫിഷ് ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യും. അതിൻ്റെ ഷേപ്പ് എന്താണ്, എത്രത്തോളം വലിയൊരു ഫിഷ് ആണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, ഫാറ്റി കണ്ടന്റ് ഉള്ള ഫിഷ് ആണോ, ഇനി അതിൻ്റെ സൈസ് എന്താണ്, അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രീസിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ടു പ്രിസർവ് ദ ഷെൽഫ് ലൈഫ് ഓഫ് യുവർ ഫിഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് കൻ യൂഷ്വലി ബിഗിൻ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് -1 to -2 degree Celsius ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ certain factors like your size and shape of the fish, the thermal properties of your fish, പിന്നെ temperature difference between the fish and the cooling medium, and what are the packaging materials you have used, etc. Okay, ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് യു ആർ യൂസ്ഡ്. എന്തൊക്കെ ഫ്രീസേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഫ്രീസിങ് പ്രോസസ്സിന് മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, കോമൺലി നമ്മുടെ കൊമേഴ്ഷ്യലായിട്ട് ഈ ടൈപ്പ് 4 ഫ്രീസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ സ്പെസിഫിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ലെറ്റ് us look. ഒന്നാമത്തത് ഫ്രീസിങ് ഇൻ എയർ. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഫ്രീസിങ് ഇൻ എയർ. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിങ്. മൂന്നാമത്തത് ഇമേർഷൻ ഫ്രീസിങ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ക്രയോജനിക് ഫ്രീസിങ്. ഇത്രയും ഫ്രീസേഴ്സ് ആണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദാറ്റ് ഇസ് ഫ്രീസിങ് ഇൻ എയർ ചെയ്യാം, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിങ് ചെയ്യാം, ഇമേർഷൻ ഫ്രീസിങ് നിങ്ങൾക്ക് ചെയ്യാം, ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ക്രയോജനിക് ഫ്രീസിങ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫ്രീസിങ് ഇൻ എയർ. ഓക്കെ, സോ ഒന്നാമത്തെ ഫ്രീസിങ് ആണ് ഫ്രീസിങ് ഇൻ എയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എയർ ഫ്രീസിങ് ഇസ് എ മോസ്റ്റ് കോമൺ ഫ്രീസിങ് മീഡിയം. അതായത് നിങ്ങൾക്ക് എയർ വെച്ചിട്ട് കോമൺലി നിങ്ങൾക്ക് ഫ്രീസിങ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദിസ് ഫ്രീസിങ് ഇസ് 2 types. നിങ്ങൾക്ക് ഫ്രീസിങ് ഇൻ എയർ, കാരണം എയർ ഒരു കോമൺ മീഡിയം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിലേക്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീസിങ് ചെയ്യാവുന്നതാണ്. എയർ ഫ്രീസിങ് മീഡിയം ആയിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് 2 ടൈപ്സ് ഫ്രീസേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് സ്റ്റിൽ എയർ ഫ്രീസിങ്ങും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് എയർ ഫ്രീസിങ്ങും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐദർ യു ക്യാൻ ഗോ ഫോർ സ്റ്റിൽ എയർ ഫ്രീസിങ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സ്ഡ് എയർ ഫ്രീസിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എയർ നിങ്ങളൊരു മീഡിയം ആയിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഫ്രീസിങ് ചെയ്യാം. സ്റ്റിൽ എയർ ഫ്രീസിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എയർ ഫ്രീസിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് അബൌട്ട് ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ആണ്. ഓക്കെ, അപ്പോൾ
ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ആകുമ്പോഴത്തേക്കും എയർ അവിടെ മൂവ്മെന്റ് ഒന്നുമില്ല, നോർമലി ഒരു സ്റ്റിൽ ആയിട്ടുള്ള എയർ ആയിരിക്കും ആ പർട്ടിക്കുലർ ഫ്രീസർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫ്രീസറിനകത്ത് നിങ്ങൾക്കൊരു ഇൻസുലേറ്റഡ് റൂമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാബിനറ്റോ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾ എയർ മെയിൻറ്റെയിൻ ചെയ്യണം, വിച്ച് ഇസ് യൂഷ്വലി യുവർ സ്റ്റിൽ എയർ ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻസുലേറ്റഡ് റൂമോ ക്യാബിനറ്റോ വിൽ ബി മെയിൻറ്റെയിൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് -28 to -45°C നിങ്ങൾ നിങ്ങളുടെ റൂം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് സെലക്ട് ഇൻസുലേറ്റഡ് റൂം അല്ലെങ്കിൽ ക്യാബിനറ്റ് ആണ്, വിച്ച് ഇസ് മെയിൻറ്റെയിൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് -28 to -45°C. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ക്യാബിനറ്റിനകത്ത് യു ക്യാൻ പ്ലേസ് ദ ഫിഷ് ഇൻ അലൂമിനിയം ട്രേസ് വിച്ച് ഇസ് കെപ്റ്റ് ഓൺ ഷെൽഫ്സ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പൈപ്സ് അല്ലെങ്കിൽ കോയിൽസ്. ഓരോ ഷെൽഫുകൾ കാണും, ആ ഷെൽഫ് അല്ലെങ്കിൽ അലൂമിനിയം ട്രേസ് വെച്ചിട്ടായിരിക്കും മേഡപ്പ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ഫിഷ് പ്ലേസ് ചെയ്യുക, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് പൈപ്പ് അല്ലെങ്കിൽ കോയിലാണ്, വേർ യുവർ റെഫ്രിജറന്റ് ഇസ് ബീങ് മെയിൻറ്റെയിൻ. നിങ്ങളുടെ റെഫ്രിജറന്റ് ആയിട്ടുള്ള ഒരു ഇത് പാസ് ചെയ്ത് വിടുന്ന അവിടെ നിങ്ങൾ ഫിഷ് പ്ലേസ് ചെയ്യുക. ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദ ഫ്രീസിങ് മേ ബി 12 hours or more. അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് നിങ്ങളുടെ ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നോർമലി നിങ്ങളുടെ ഫ്രീസിങ്ങിന്റെ മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ഒരു മീഡിയമാണ് വിച്ച് ഇസ് യൂസ് ഫോർ യുവർ ഫ്രീസിങ്. അപ്പോൾ യു ക്യാൻ മേക്ക് യുവർ ക്യാബിനറ്റ് റൂം വിച്ച് ഇസ് മെയിൻ at a temperature of -28 to -45°C ആണ്. എന്നിട്ട് ഇതിൽ കുറേ ഷെൽസുകൾ കാണും, ആ അലുമിനിയം ട്രേസ് വെച്ചിട്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫിഷിനെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഈ സ്റ്റിൽ എയറിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയറിൻ്റെ ഫ്രീസിങ് ടൈം വിൽ ബി മോർ ദാൻ 12 hours or more ആയിരിക്കും. അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ എന്ന് പറയുന്ന മെത്തേഡ്. എന്നിട്ട് ഈ പറയുന്ന ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയറിൻ്റെ ടെമ്പറേച്ചർ ഇസ് യൂഷ്വലി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ -28 to -45°C ആയിരിക്കും. ഓക്കെ, ഇനി ഈ നമ്മുടെ ഫിഷ് ഓൾറെഡി ഷെൽഫ്സിൽ പ്ലേസ്ഡ് ആണ്, അതിലേക്കൂടെ നിങ്ങളുടെ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്നു. സ്റ്റിൽ എയറിൽ നിങ്ങൾ നിങ്ങളുടെ ഫിഷസിനെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ്. സോ സെക്കൻഡ് ഇസ് അബൌട്ട് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ്. ഓക്കെ, ഒന്നാമത്തത് ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ആണ്, രണ്ടാമത്തത് അബൌട്ട് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ്. എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻസുലേറ്റഡ് റൂമോ അല്ലെങ്കിൽ ഒരു ടണൽ പ്രൊവൈഡഡ് ആണ്. ഓക്കെ, ഇനി സ്റ്റിൽ എയറും എയർ ബ്ലാസ്റ്റ് ഫ്രീസറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാബിനറ്റോ റൂമോ അല്ലെങ്കിൽ ടണലോ പ്ലേസ് തന്നിട്ടുള്ളതാണ് ഇൻ ദ കേസ് ഓഫ് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഇനി ഇതിനകത്ത് ദ എയർ ഇസ് കൂൾഡ് ബൈ, എയറിനെ എങ്ങനെ കൂൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ബ്ലോയിങ് എ ഫാൻ. ഒരു ഫാൻ ബ്ലോ കാരണം ബ്ലാസ്റ്റ് ചെയ്ത് വിടുവാണ്, എയർ നല്ലോണം ബ്ലാസ്റ്റ് ചെയ്ത് കൂൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ എയർ ഇസ് ബീങ് കൂൾഡ് ബൈ ബ്ലോയിങ് എ ഫാൻ ത്രൂ ദ ഫിൻറ്റ് കൂളിംഗ് കോയിൽ ഓഫ് യുവർ റെഫ്രിജറേഷൻ സിസ്റ്റം. നിങ്ങളുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കോയിലിൽ കൂടെ നിങ്ങൾ ഫാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫിൻ കൂളിംഗ് ആയിരിക്കും നിങ്ങളുടെ എയറിന് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് ദ കൂൾ എയർ പാസസ് ഓഫ് ദ ഫിഷ്. ഓൾറെഡി നിങ്ങളുടെ എയർ നല്ലോണം കൂളായി മാറി ത്രൂ യുവർ റെഫ്രിജറേഷൻ സിസ്റ്റം, ആൻഡ് ദിസ് കൂൾ എയർ വിൽ ബി പാസിംഗ് ഓവർ ദ ഫിഷ് ടു ബി ഫ്രോസൺ. ഓൾറെഡി നിങ്ങൾ ഫിഷസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൂൾ എയർ നിങ്ങളുടെ ഫിഷിനെ ഏത് ഫിഷിനാണ് ഫ്രോസൺ ചെയ്യുന്നത് അതിന് മുകളിൽ കൂടെ പാസ് ആവുകയും ആൻഡ് പിക്സ് അപ്പ് ദ ഹീറ്റ് ഫ്രം ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൽ നിന്ന് ഹീറ്റ് പിക്കപ്പ് ചെയ്യും, അത് ഫ്രീസ് ആവുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് എൻ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ ദ ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ -35 to -45°C ആണ്. ഓക്കെ, ഇനി ഈ ഭയങ്കര വിഗറസ് ആയിട്ട് മൂവ് ചെയ്യുന്ന കോൾഡ് എയർ കാരണം നല്ലോണം നിങ്ങളുടെ ഫിഷസ് ഫ്രീസ് ആവാനായിട്ട് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, so the fish get frozen by being in contact with the vigorously moving cold air. Okay, നമ്മൾ എയർ ആണല്ലോ ഒരു മീഡിയം എന്ന് പറയുന്നത്. സോ ആ എയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫ്രീസ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ആണ്. അവിടെ എയറിന് മൂവ്മെന്റ് ഒന്നുമില്ല, നോർമലി ഒരു കൂൾഡ് ആയിട്ടുള്ള എയറിനകത്താണ് നിങ്ങൾ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും ടൈം എടുത്തത് ഫ്രീസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ -35 to -45°C. ഇവിടെ കണ്ടിന്യൂസ്ലി ബ്ലോയിങ് ആയിട്ടുള്ള ഒരു എയർ ഉണ്ടായതുകൊണ്ട്, അത്രയും ഫാസ്റ്റ് ആയിട്ട് വിഗറസ്ലി മൂവിങ് ആയിട്ടുള്ള കോൾഡ് എയർ ആയതുകൊണ്ട് ഹീറ്റ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനും നല്ലോണം ഫ്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിസ് ഇസ് എ സിമ്പിൾ ഫിഗർ ഓഫ് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഈ ഷെൽഫ്സിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫിഷസിനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ ഫാൻ ബ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫാനിൽ കൂടെ റെഫ്രിജറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ചെയ്യുകയും നിങ്ങളുടെ എയറിനെ മാക്സിമം കൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാൻസ് ആണ് ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂൾഡ് ആയിട്ടുള്ള എയർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫിഷിന്റെ പ്രൊഡക്റ്റിന്റെ മുകളിൽ സ്പ്രെഡ് ആവുകയും അത് ഹീറ്റ് വലിച്ചെടുക്കുകയും മാക്സിമം ഫ്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദിസ് ഇസ് അബൌട്ട് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഷെൽഫ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിഷസിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്, ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ മാക്സിമം കൂളിംഗ്. മറ്റേ സ്റ്റിൽ എയറിന് അത്രയും ടൈം എടുക്കുന്നില്ല വൈൽ യു ആർ ഡൂയിങ് ഫ്രീസിങ് ഇൻ യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. Okay, ഇനി നെക്സ്റ്റ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ?
വേഴ്സറ്റൈൽ മെത്തേഡ് ഓഫ് ഫ്രീസിംഗ് ആണ് ബിക്കോസ് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു എനി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫിഷ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഏത് സൈസോ ഷേപ്പിലുള്ള ഫിഷും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഫ്രീസർ ആയിരിക്കണം മാക്സിമം സെലക്ട് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ഫ്രീസറാണ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ടു എനി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫിഷ് ബിക്കോസ് ഇറ്റ് ഇസ് വെരി വേഴ്സറ്റൈൽ. ദാറ്റ്സ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ബാച്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ്. നിങ്ങൾക്ക് ബാച്ച് ആയിട്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രീസ് ചെയ്തെടുക്കാം. ഓക്കെ, സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓക്യുപ്പൈസ് മോർ സ്പേസ്. കുറേ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നൊരു ഫ്രീസറാണ് ഈ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കൺസ്യൂംസ് മോർ എനർജി. ഇഷ്ടംപോലെ എനർജിയും കൺസ്യൂം ചെയ്യുന്ന ഒരു ഫ്രീസറാണ് ഈ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫ്രീസർ വിച്ച് യു ക്യാൻ യൂസ്, which is commonly used by air as a cooling medium, that is your air blast freezer. Okay, ഏത് സൈസും ഷേപ്പിലുള്ള ഫിഷസിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കൂടുതൽ എന്താ പറയുക, സ്പേസ് എടുക്കുകയും അതുപോലെ തന്നെ എനർജി കൺസപ്ഷൻ കൂടുതലുമാണ് ഇൻ കേസ് ഓഫ് യുവർ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഇസ് യുവർ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഒബ്വിയസ്ലി ഇത് എയർ ബ്ലാസ്റ്റ് ഫ്രീസറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് നിങ്ങളുടെ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ്സ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ ടു യൂസ് എ കൺവെയർ. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിഷസിനെ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് വെക്കാതെ നിങ്ങൾക്ക് ഒരു കൺവെയർ യൂസ് ചെയ്ത് ഫിഷസിനെ മൂവ് ചെയ്ത് ഫ്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, യു ക്യാൻ യൂസ് എ കൺവെയർ ടു മൂവ് ദ ഫിഷ് കണ്ടിന്യൂസ്ലി ത്രൂ ദ റൂം ഓർ ടണൽ. സോ അതാണ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള. സ്റ്റാറ്റിക് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യാതെ എയർ ബ്ലാസ്റ്റ് ഫ്രീസറിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യുക മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺവെയർ ബെൽറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫിഷസിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. സോ ദാറ്റ് ഫാസ്റ്റ് ആയിട്ട് ഫ്രീസിങ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസ്. ആസ് എ നെയിം സജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദാറ്റ് ഫ്രീസിങ് ക്യാൻ ബി ഡൺ വെരി ഫാസ്റ്റ്ലി ഇൻ ദ കേസ് ഓഫ് യുവർ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഓക്കെ, എയർ വെലോസിറ്റി ഇസ് യൂഷ്വലി മെയിൻറ്റെയിൻ. ഇനി നിങ്ങൾ ഈ ഫിഷസിനെ കൺവെയർ വഴി മൂവ് ചെയ്യുമ്പം അവിടെ എയർ വെലോസിറ്റി നിങ്ങൾ അകത്ത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള എയർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വെലോസിറ്റി ഓഫ് യുവർ എയർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് അറ്റ് 150 to 300 meter per second. അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എയർ കൊടുക്കാവുന്നതാണ്. വിച്ച് മേക്സ് ഇൻറ്റിമേറ്റ് കോൺടാക്ട് വിത്ത് യുവർ ഫിഷ് ആൻഡ് ഹെൽപ്സ് ഇൻ ഫാസ്റ്റ് ഫ്രീസിംഗ് റേറ്റ്. അപ്പം നിങ്ങൾ എയർ വെലോസിറ്റി ഒരു 150 to 300 meter per second കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലോണം കോൺടാക്ട് വിത്ത് ദ ഫിഷ് വരികയും ഫാസ്റ്റ് ആയിട്ട് ഫ്രീസിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. യു ക്യാൻ പ്രൊവൈഡ് an air velocity of 150 to 300 meter per second. Okay, and finally freezing is quicker and any type. ഇവിടെയും കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസറിലും നിങ്ങൾക്ക് എനി ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ഫിഷ് നിങ്ങൾക്ക് ഫ്രോസൺ ചെയ്യാവുന്നതാണ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ എ ഷോർട്ടർ പീരീഡ്. വലിയ ക്വാണ്ടിറ്റീസിൽ നിങ്ങൾക്ക് ഏത് സൈസോ ഷേപ്പിലുള്ള ഫിഷസിനെ ഫ്രീസ് ചെയ്തെടുക്കാം ഇൻ എ വെരി ഷോർട്ടർ പീരീഡ്. ദിസ് ഇസ് ഓൾസോ എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് യുവർ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഓക്കെ, അപ്പം എയർ ആസ് എ കൂളിംഗ് മീഡിയം വെച്ചിട്ടുള്ള അനദർ ഫ്രീസറാണ് നിങ്ങളുടെ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. സോ ഹിയർ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫിഷസിന് നിങ്ങൾക്ക് കൺവെയർ ബെൽറ്റ് വഴി മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് നിങ്ങളുടെ എയർ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണ് അറ്റ് എ വെലോസിറ്റി ഓഫ് 150 to 300 meter per second. ഈ കൊടുക്കുന്ന എയർ വെലോസിറ്റി മാക്സിമം ഹീറ്റ് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയും ഫ്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങളുടെ ഫ്രീസിങ് കുറച്ചുകൂടി ക്വിക്കർ ആയിരിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള എയർ കിട്ടുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആൻഡ് ദ ഫിഷ് ക്യാൻ ബി ഫ്രോസൺ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസിൽ വെരി ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ഫിഷിനെ ഫ്രോസ് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതാണ്. സോ ദാറ്റ് ഇസ് അബൌട്ട് യുവർ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് യുവർ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. ഓക്കെ, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ ആണ് വേറൊരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓവർ കണ്ടിന്യൂസ് ബെഡ് ഫ്രീസർ. നിങ്ങളുടെ കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസറിന്റെ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ സോളിഡ് പാർട്ടിക്കിളെ നമ്മൾ വെച്ചേക്കുവാണ് സപ്പോർട്ടഡ് ഇൻ എ റൈസിംഗ് കോളം ഓഫ് കോൾഡ് എയർ. ആ സോളിഡ് പാർട്ടിക്കിൾസിന് മുകളിൽ ഇറ്റ് ഇസ് ബീങ് സപ്പോർട്ടഡ് ബൈ എ റൈസിംഗ് കോളം ഓഫ് കോൾഡ് എയർ ആണ് മുകളിൽ ആ സോളിഡ് പാർട്ടിക്കിളിന് മുകളിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ പാർട്ടിക്കിൾസ് kept on the mesh belt are individually suspended in an upward stream of cold air at a velocity to float the particles in the air. അപ്പോൾ ഇതിലൊരു കൺവെയർ ബെൽറ്റ് നിങ്ങൾ ഫിഷസിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോ പാർട്ടിക്കിൾസിന്റെ മുകളിലും ഒരു ലെയർ ഓഫ് കോൾഡ് എയർ ഉണ്ട് at a velocity which is required to float the particles in the air. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കോൾഡ് എയറിൽ ആ പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്യാം which is float the particles in the airലാണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് കൂളിംഗ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് എ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാണ് നിങ്ങളുടെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. ഇവിടെ കോൾഡ് എയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പാർട്ടിക്കിൾസ് ഇങ്ങനെ സസ്പെൻഡ് ഇൻ എയർ ആയിട്ട് നിൽക്കും. കാരണം കൂൾ എയറിലാണ് അത് സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് അത് ഫ്രോസൺ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വെളിയിലോട്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തഡാണ് നിങ്ങളുടെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. കാരണം ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കിൾസിന് മുകളിൽ അത്രയും കോൾഡ് എയർ ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഹെൽപ്സ് in the particles to float on the air and gets frozen maximum ആണ്. So this is a നോർമൽ ഫിഗർ ഓഫ് എ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. കുറച്ചുകൂടെ നല്ലൊരു എക്യുപ്മെൻ്റ് ആണ്. എന്താണ് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്രീസിങ് ചെയ്യാൻ പറ്റിയൊരു എക്യുപ്മെൻ്റ് ആണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. കോൾഡ് എയർ നിങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയാണ്, എന്നിട്ട് ഈ കൺവെയർ ബെൽറ്റ് കംപ്ലീറ്റ്ലി മൂവിങ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് ഫ്ലൂയിഡൈസ്ഡ് ആയി ഫ്ലോട്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ കോൾഡ് എയർ വിച്ച് ഇസ് ബീങ് സസ്പെൻഡഡ് ആൻഡ് ഫൈനലി ദ ഫ്രോസൺ പ്രൊഡക്റ്റ് വിൽ ബി കമ്മിങ് ഔട്ട്. ദിസ് ഇസ് എ സിമ്പിൾ ഫിഗർ ഓഫ് എ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. ഓക്കെ, ഇനി ഇവിടെ ഫ്രീസിങ് വളരെ റാപ്പിഡ് ആണ് ബിക്കോസ് ദ ഹീറ്റ് ഇസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കോൾഡ് എയർ ആൻഡ് ദ പ്രൊഡക്റ്റ്. നല്ലോണം ഫാസ്റ്റ് ആയിട്ട് ഫ്രീസിങ് നടക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. കാരണം കോൾഡ് എയറും പ്രൊഡക്റ്റും തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് വളരെ ഫാസ്റ്റർ ആയിരിക്കും. ഇനി എയർ വെലോസിറ്റി നിങ്ങൾക്ക് ഇവിടെ 120 m/min എയർ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നോർമലി പെർ മിനിറ്റ് ആണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ബിറ്റ്വീൻ -35 to -40 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം ഇൻ കേസ് ഓഫ് എ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ടെക്നിക് ഇസ് മോസ്റ്റ്ലി സൂട്ടബിൾ ഫോർ സ്മോൾ സൈസ്ഡ്. ഇത് തന്നെയാണ് അതിൻ്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്മോൾ സൈസ്ഡും യൂണിഫോം സൈസിലുള്ള പ്രൊഡക്റ്റായ ഷ്രിംബോ, ഫിഷ് ഫില്ലറ്റോ, സ്മോൾ ഫിഷ്, ഇവരെയൊക്കെ മാത്രമേ നമുക്ക് ഇതിൽ ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇൻ ദ കേസ് ഓഫ് യു ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസിംഗിൽ. ഓക്കെ, the major disadvantage is that large and non-uniform product cannot be fluidized at reasonable air velocity. ഈ പറയുന്ന 120 m/min സ്മോൾ ആയിട്ടുള്ള യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പിലുള്ള പ്രൊഡക്റ്റിന് മാത്രമേ ഈ പറയുന്ന ഫ്രീസറിന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം ഫ്ലൂയിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്മോൾ പാർട്ടിക്കിൾസ് ആവണം, ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പറ്റില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ സൈസിലുള്ള ഫിഷസിനെ ഒന്നും നിങ്ങൾക്ക് ഇതിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദാറ്റ് ഇസ് എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എന്താണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസിങ് ഇൻ എയർ നമ്മൾ പറഞ്ഞത്. അതായത് യു ഹാവ് ഫ്രീസിങ് ഇൻ സ്റ്റിൽ എയർ ഉണ്ട്, പിന്നെ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ഉണ്ട്, കണ്ടിന്യൂസ് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ഉണ്ട്, ആൻഡ് ഫൈനലി യു ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. ഓരോത്തിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിങ്. ഓക്കെ, റൈറ്റ്. സോ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോഴേ അറിയാം സംതിങ് ഡയറക്റ്റ് ആയിട്ടല്ല അത് ഫ്രീസ് ചെയ്യുന്നത്, എന്തോ ഇൻഡയറക്റ്റ് കോൺടാക്റ്റിലാണ് ഫ്രീസിങ് നടക്കുന്നത്. ആസ് എ നെയിം സജസ്റ്റ്, ഫ്രീസിങ് എ പ്രോഡക്റ്റ് ബൈ കീപ്പിംഗ് ഇൻ കോൺടാക്ട് വിത്ത് എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നമ്മൾ ഫിഷിനെ കോൺടാക്ട് വെക്കുന്നു, ആൻഡ് ദാറ്റ് മെറ്റൽ സർഫസ് ഇസ് കൂൾഡ് ബൈ സം റെഫ്രിജറൻറ്റ്. ഏതോ റെഫ്രിജറൻറ്റ് കാരണം ആ മെറ്റൽ സർഫസ് കൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് നിങ്ങൾ പ്രൊഡക്റ്റിന് വെക്കുന്നത്. അല്ലാതെ റെഫ്രിജറൻറ്റും ഫിഷും തമ്മിൽ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, the refrigerant does not come into direct contact with the material being frozen. ഫിഷുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റിൽ നമ്മുടെ റെഫ്രിജറൻറ്റ് വരുന്നതേ ഇല്ല ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിങ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് plate freezers ആണ്. and there are two types. You can go for vertical and as well as horizontal plate freezers. Okay, ഇതിനെ നമുക്ക് പ്ലേറ്റ് ഫ്രീസേഴ്സ് എന്ന് വിളിക്കാം. രണ്ട് ടൈപ്പ് ഓഫ് പ്ലേറ്റ് ഫ്രീസേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെർട്ടിക്കലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് യുവർ ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിംഗ്. സിംപ്ലി കോൾഡ് ആസ് യുവർ പ്ലേറ്റ് ഫ്രീസേഴ്സ്. യു ക്യാൻ ഗോ ഫോർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസേഴ്സ്. ഓക്കെ, ഇനി അത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സ്. അപ്പം പ്ലേറ്റ് ഇരിക്കുന്നത് ഒരു പ്ലേറ്റിലായിരിക്കുമല്ലോ ഫ്രീസിങ് ചെയ്യുന്നത്, അത് ഹൊറിസോണ്ടലി അറേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കലി അറേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇൻ ലാൻഡ് ബേസ്ഡ് ഓപ്പറേഷൻ. കൂടുതലും നമ്മൾ സീയിലോട്ട് പോകാതെ ലാൻഡിൽ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ നിങ്ങൾക്ക് 15 മുതൽ 20 പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 15 to 20 പ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദ പ്രൊഡക്റ്റ് ടു ബി ഫ്രോസ് ചെയ്യേണ്ട പ്രൊഡക്റ്റിനെ നിങ്ങൾ ലോഡ് ചെയ്യുക ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് പ്ലേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് യൂണിഫോം ആയിട്ട് വെക്കുക. ആൻഡ് ആർ മെയിൻറ്റെയിൻ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം പ്ലേറ്റ്സ് അണ്ടർ സ്ലൈറ്റ് ഹൈഡ്രോളിക് പ്രഷർ. മുകളിലും താഴെയും സ്ലൈറ്റ് ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുന്നുണ്ട് ടു എൻഷുർ മാക്സിമം ഹീറ്റ് എക്സ്ചേഞ്ച്, ഹീറ്റ് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും നല്ലൊരു മാക്സിമം ഹൈഡ്രോളിക് പ്രഷർ കൊടുത്ത് ആ പ്രൊഡക്റ്റിനെ ക്ലോസ് കോൺടാക്റ്റിലാണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് യുവർ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ.
ഇനി ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ -35 to -40 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ അറൗണ്ട് -35 to -40 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു സ്ലൈറ്റ് പ്രഷർ ഉണ്ടായതുകൊണ്ട് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും പ്രൊഡക്റ്റ് നല്ലോണം ഫ്രീസ് ചെയ്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് യുവർ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സ്, വിച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ലാൻഡ് ബേസ്ഡ് ഓപ്പറേഷൻ. കൂടുതലായിട്ട് ലാൻഡ് ബേസ്ഡ് ഓപ്പറേഷൻസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ. അതിന് മുകളിൽ ഒരു ഹൈഡ്രോളിക് പ്രഷർ, താഴെ ഒരു ഹൈഡ്രോളിക് പ്രഷർ, സ്ലൈറ്റ് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ യൂഷ്വലി ബിറ്റ്വീൻ -35 to -40 ഡിഗ്രി സെൽഷ്യസ്. ഒരു 15 മുതൽ 20 പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിനകത്തോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വെക്കാവുന്നതാണ്. യൂണിഫോം ആയിട്ട് ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രീസറാണ് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ. രണ്ടാമത്തത്, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് വെൽ ഷേപ്ഡ് യൂണിഫോം ബ്ലോക്സ്. നല്ലൊരു യൂണിഫോം ആയിട്ടുള്ള ബ്ലോക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഫിഷിന്റെ ബ്ലോക്കുകളെല്ലാം യൂണിഫോം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലേറ്റ് ഫ്രീസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഫ്രീസിങ് വളരെ ക്വിക്കാണ്. മൂന്നാമത്തെ, ഫ്ലോർ ഏരിയ റിക്വയർമെന്റ് മിനിമമാണ്. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് അത്രയും ഏരിയ റിക്വയർമെന്റ് വരുന്നില്ല, മിനിമം ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നീഡ്സ് മച്ച് ഹാൻഡ്ലിംഗ് ഇൻ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ഇനി ഇത് ഇറക്കുമ്പോഴും കയറ്റുമ്പോഴൊക്കെ കുറച്ച് ലോഡിംഗ് അൺലോഡിങ്ങിന്റെ പ്രോസസ്, ഹാൻഡ്ലിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. അതുപോലെ ഫ്രീസിംഗ് റേറ്റ് ബിക്കം സ്ലോ ഇഫ് എയർ സ്പേസസ് ആർ പ്രസന്റ്. ഇതിന്റെ ഇടയ്ക്ക് വല്ല എയർ സ്പേസസ് വന്നാലും ഫ്രീസിംഗ് റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് എ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസർ വിച്ച് ഇസ് ആൻ ഇൻഡയറക്റ്റ് പ്ലേറ്റ് ഫ്രീസർ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസേഴ്സ്. അപ്പോൾ ഇവിടെ പ്ലേറ്റ്സ് ഹൊറിസോണ്ടലിന് പകരം വെർട്ടിക്കലി ആയിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസർ കൂടുതലായിട്ട് സീല് പോയി ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലാൻഡ് ബേസ്ഡ് ഫ്രീസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സിനെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യാം. സീ ബേസ്ഡ് ഫ്രീസിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തിനെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യാം? വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസറിനെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യാം. ഓക്കെ, ഇനി വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസറിന് ദി കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ ഫ്രീസിംഗ് പ്ലേറ്റ് ദാറ്റ് ഫോംസ് പാർട്ടീഷൻസ് ഇൻ എ കണ്ടെയ്നർ. ഇങ്ങനെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്ത പ്ലേറ്റ്സുകൾ കാണാം. ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ -30 to -40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫിഷ് ഓഫ് സിമിലർ സൈസ് ഷുഡ് ബി പാക്ഡ് ഇൻ ഈച്ച് ബ്ലോക്ക്. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് വെർട്ടിക്കല്. സിമിലർ സൈസുള്ള ഫിഷ് മാത്രം നിങ്ങൾ മാക്സിമം ഓരോ ബ്ലോക്കിലും വെക്കാനായിട്ട് നോക്കുക ഇൻ കേസ് ഓഫ് എ വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസർ. ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ബിറ്റ്വീൻ -30 to -40 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് കൂടുതലായിട്ട് സീ ബേസ്ഡ് ഓപ്പറേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ വെർട്ടിക്കലായിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് എ വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസർ. ഇനി മൂന്നാമത്തത് ഇമ്മേർഷൻ ഫ്രീസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിങ് കഴിഞ്ഞു. അതിനെ നമുക്ക് പ്ലേറ്റ് ഫ്രീസേഴ്സ് നമുക്ക് വിളിക്കാം. 2 പ്ലേറ്റ് ഫ്രീസേഴ്സ് ആണ് നമുക്കുള്ളത്, ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലേറ്റ് ഫ്രീസേഴ്സും. രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫ്രീസിംഗ് ആണ് ഇമ്മേർഷൻ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ അറിയാം നമ്മൾ ഏതിലോ ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് ആ ഫിഷസിനെ ഫ്രീസ് ചെയ്തെടുക്കുന്നത്, റൈറ്റ്? സോ ഫ്രീസിംഗ് ഇസ് അച്ചീവ് ബൈ ഇമ്മേർഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇമ്മേർഷൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേയിങ് വിത്ത് റെഫ്രിജറന്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്തും ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെഫ്രിജറന്റിൽ ഇമ്മേർഷൻ ചെയ്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, റെഫ്രിജറേറ്റഡ് സൊല്യൂഷൻസ് ഓഫ്, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ യൂഷ്വലി നിങ്ങൾക്ക് റെഫ്രിജറേഷൻ സൊല്യൂഷൻസ് ഓഫ് പ്രൊപ്പലീൻ ഗ്ലൈക്കോളോ അല്ലെങ്കിൽ ഗ്ലിസറോളോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡോ കാൽസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് സോൾട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മീഡിയം ഫോർ ഫ്രീസിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഫോർ യുവർ ഇമ്മേർഷൻ ഫ്രീസിംഗ്. അപ്പോൾ ഇമ്മേർഷൻ ഫ്രീസിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ പറയുന്ന റെഫ്രിജറന്റ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല റെഫ്രിജറൻസ് യൂസ് ചെയ്യാം. പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്യാം, ഗ്ലിസറോൾ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാം, കാൽസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം, മിക്സ്ചർ ഓഫ് സോൾട്ടോ ഷുഗറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതലായിട്ട് സോഡിയം ക്ലോറൈഡ് ആണ് റെഫ്രിജറന്റ് ഫിഷസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഇമ്മേർഷൻ ഫ്രീസിംഗ്. ഓക്കെ, ഇനി ആദ്യം മോസ്റ്റ്ലി യൂസസ് ഫ്രീസിംഗ് ഇൻ ബ്രൈൻ. So the most common immersion freezing category employs a refrigerated aqueous solution of sodium chloride. നിങ്ങൾ സാധാ സോഡിയം ക്ലോറൈഡിന്റെ അതൊരു റെഫ്രിജറന്റ് ആണ്. ഓക്കെ, അതിന്റെ ഒരു അക്വസ് സൊല്യൂഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ഫിഷസിനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക, റൈറ്റ്? ഇനി ഈ ബ്രൈനാണ് നമ്മുടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സാച്ചുറേറ്റഡ് ബ്രൈൻ ഫ്രീസ് ചെയ്യുന്നത് -21 ഡിഗ്രി സെൽഷ്യസിനാണ് ഈ പറയുന്നത് നമ്മുടെ സോഡിയം ക്ലോറൈഡ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവർക്ക് ഫ്രീസിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ദിസ് ഫ്രീസിംഗ് ഇസ് വെരി റാപ്പിഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ. വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫ്രീസിംഗ് ആണ് നിങ്ങളുടെ ഫ്രീസിംഗ് ഇൻ ബ്രൈൻ, അതായത് ഇമ്മേർഷൻ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീസിംഗ് ആണ് എന്തെന്ന് പറയുന്നത്
പറയുന്നത് ഇമേഴ്ഷണൽ ഫ്രീസിങ്, വിച്ച് ഇസ് യുവർ ഫ്രീസിങ് ഇൻ ബ്രൈൻ. ഇവിടെ നിങ്ങളുടെ ബ്രൈൻ, അതായത് നിങ്ങളുടെ സോഡിയം ക്ലോറൈഡ് ഫ്രീസ് ചെയ്യുന്നത് -21°C. അത് നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് റാപ്പിഡ് ഫ്രീസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീസിംഗ് ആണ് ഫ്രീസിങ് ഇൻ ബ്രൈൻ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് യുവർ ക്രയോജനിക് ഫ്രീസിങ്. അവസാനത്തെയാണ് ക്രയോജനിക് ഫ്രീസിങ്. ക്രയോജനിക് ഫ്രീസിങ് എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രീസിങ് ടെക്നോളജിയാണ്. വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫ്രീസിങ് ടെക്നോളജിയാണ് ക്രയോജനിക് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഈ ഫ്രീസിങ്ങിൽ നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ യൂസ് ചെയ്യും, അതാണ് നമ്മുടെ ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെരി റാപ്പിഡ് ഫ്രീസിങ് ഇറ്റ് ഇസ് അച്ചീവ്ഡ് ബൈ എക്സ്പോസിങ് ദ ഫിഷ്. Mostly used cryogenic freezing agents are boiling nitrogen അല്ലെന്നുണ്ടെങ്കിൽ ബോയിലിംഗ് ഓർ സബ്ലൈമിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ക്രയോജനിക്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രജനോ അല്ലെങ്കിൽ ബോയിലിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കൂടുതലായിട്ട് ക്രയോജനിക് ഫ്രീസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഫ്രീസിംഗ് ആണ് ക്രയോജനിക് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ലിക്വിഡ് നൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദ ലിക്വിഡ് നൈട്രജൻ ഗ്യാസ് സ്പ്രേഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. നിങ്ങൾ പ്രൊഡക്റ്റ് കൺവെയർ ബെൽറ്റ് വഴി മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലിക്വിഡ് നൈട്രജൻ ആ പ്രൊഡക്റ്റിലോട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ത്രൂ ആ കൺവെയർ ബെൽറ്റ്. ഓക്കെ, അതാണ് ഫ്രീസിങ് യൂസിങ് എ ലിക്വിഡ് നൈട്രജൻ. ഇനി അഡ്വാൻറ്റേജസ്, നിങ്ങൾ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ഫ്രീസ് ആയിക്കോളും പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ലോസ് കുറവായിരിക്കും. അതായത് ആ ഫിഷിൻ്റെ സ്ട്രക്ചറിൽ ഒന്നും മാറ്റം വരാതെ അതിൻ്റെ ഡീഹൈഡ്രേഷൻ കുറവായിട്ടിരിക്കും. മാക്സിമം ഫ്രീസിംഗ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് ഫ്രീസിങ് ഡാമേജ് മിനിമം ആയിരിക്കും. അതായത് ഫ്രീസിങ് ചെയ്യുന്ന സമയത്ത് ഫ്രീസിങ്ങിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ഫോർമേഷൻ, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും പ്രശ്നം വരില്ല. ഫിഷസിന് ഒരു കേട് വരില്ല. ഫ്രീസിങ് ഡാമേജ് വളരെ മിനിമം ആയിരിക്കും. കാരണം ഈ പറയുന്ന സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ടാണ് പോകുന്നത്. മൂന്നാമത്തത് എക്യുപ്മെന്റ് വളരെ സിമ്പിൾ ആണ്. കാരണം കൺവെയർ ബെൽറ്റിലൂടെ പാസ് ചെയ്താൽ മതി, നിങ്ങളുടെ ലിക്വിഡ് നൈട്രജൻ സ്പ്രേ ചെയ്താൽ മാത്രം മതി. ഫൈനൽ വൺ ഇസ് അഡാപ്റ്റബിൾ ടു വേരിയസ് പ്രൊഡക്റ്റ് സൈസ്. ഇനി നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അതിൽ വെക്കാം, ഏത് സൈസും ഷേപ്പും നിങ്ങൾക്ക് പറ്റും. മാക്സിമം ഫ്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് യുവർ ഫ്രീസിങ് ഇൻ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് യുവർ അഡ്വാൻറ്റേജസ്. ഇനി രണ്ടാമത് ഫ്രീസിങ് യൂസിങ് ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും ആ ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് ക്രയോജനിക് ഫ്രീസിങ് തന്നെയാണ്. അപ്പോൾ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫിഷസിന് മുകളിൽ സ്പ്രേ ചെയ്യാം ആസ് എ ട്രാവൽസ് ത്രൂ ദ ടണൽ ഓർ എ മൂവിംഗ് കൺവെയർ ബെൽറ്റ്. ഓക്കെ, ഇനി ആസ് എ ഫിഷ് പാസസ് ത്രൂ ദിസ് നോസൽ ഇറ്റ് ഇസ് സർഫസ് is sprayed by this liquid carbon dioxide. നിങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ പാസ് ചെയ്യുക ഫിഷ് കൺവെയർ ബെൽറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം while your fish is transported by air. എയറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം. കാരണം അത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫിഷസ് ബൈ കാർഗോ എയറിലോ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മോസ്റ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഓക്കെ, അപ്പം ഇത്രയാണ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് ഇൻ വിച്ച് യു ക്യാൻ കോമൺലി യൂസ് ഫോർ പ്രിസർവിങ് യുവർ ഫിഷ്. അതായത് പല ടൈപ്പ് ഫ്രീസേഴ്സ് ഉണ്ട്. ഇൻഡയറക്റ്റ് കോൺടാക്ട് ഫ്രീസിംഗ് ഉണ്ട്, പിന്നെ ഫ്രീസിംഗ് ഇൻ സ്റ്റിൽ എയർ ഉണ്ട്, ക്രയോജനിക് ഉണ്ട്, ഇമേർഷൻ ഫ്രീസിംഗ് ഉണ്ട്. അത് നിങ്ങളുടെ റാപ്പിഡ് അനുസരിച്ചും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചും നിങ്ങൾക്ക് ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യുന്നതാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.